സംസ്ഥാനത്തെ കാലവർഷം നേരത്തെ എത്തും. 4-5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമിടുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതിനുള്ള അന്തരീക്ഷ സ്ഥിതി പുരോഗമിക്കുന്നു എന്നാണ് വിവരം. കർണാടക കൊങ്കൺ തീരത്തോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് കർണാടകയിലും വടക്കൻ കേരളത്തിലും മഴ ഇനിയും ശക്തമാകും. തീരദേശ കർണാടകയിലും വടക്കൻ ജില്ലകളിലും അടുത്ത 24 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു. കേരളത്തിലേക്ക് 2025 കാലവർഷം എത്താൻ അനുകൂലമായ രീതിയിൽ അന്തരീക്ഷ സ്ഥിതി പുരോഗമിക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായി ലഭിച്ച ശക്തമായ മഴയിൽ വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്തും കാസർഗോഡും ദേശീയപാത തകർന്നു. കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുപ്പത്ത് വീടുകളിൽ വെള്ളം കയറി. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇവിടങ്ങളിൽ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ചിലയിടത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായി. സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നദിക്കരകളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ കാലാവസ്ഥാ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.